ആളുടെ എണ്ണം കൂടുതലാ. കാറിലുണ്ടോ ഇവിടെ? അതെ അതെ വണ്ടി ഉണ്ടല്ലോ അതെ. ഓടിയല്ല നമുക്ക്. എനിക്ക് അകത്തോട്ട് കേറാമോ നോക്കി? ചെറിയ പ്രശ്നമുണ്ട് ചെറിയ പ്രശ്നമുണ്ടെന്ന് അവൻ പറഞ്ഞ. ചെറിയ പ്രശ്നം മുകളിലത്തെ ഫോട്ടോ ഫ്രെയിമിൽ അപ്പാപ്പനെയൊക്കെ വെട്ടി കളഞ്ഞേട്ടാ. തലയൊക്കെ വെട്ടിട്ട് വേറെ ആരെയൊക്കെ ചെയ്യണ്. ഇവിടെ ആരാ ഉടല മറ്റേ എന്നെ ഉയരപ്പാപ്പനക്ക് എന്നെ ഉടലപ്പാപ്പനക്ക് ഇവിടെ അങ്ങനെ പറയുന്നത് താടി കണ്ട മന്ദാര നമുക്കൂടി കേറാവോ? നമ്മളെ കൂടി എല്ലാരും അകത്തോട്ട് അകത്തോട്ട് എന്തായിട്ട് റിക്രൂട്ട്മെന്റ് നടക്കുവാന്നോ? ഇവിടെ റിക്രൂട്ട് നടക്കുക. സർപ്രൈസ് ഞാന്ന് പൊളിച്ചാറും ചെറുതായിട്ട്. ഓ സത്യം കാര്യമായിട്ട് ഞാൻ അറിയാതെ പുറത്തുനിന്ന് വണ്ടിയിലൊക്കെ ചാടി കയറിയായിരുന്നു. വണ്ടിയെ പൊളിച്ചുള്ളൂ, വേറെ ഒന്നും പൊളിച്ചില്ല. ചെറുക്കിനെ തരാനേ ഒരു ലോഡ്. അതാണല്ലേ ഇത്. ഒരു മിനിറ്റ് മന്ദാര നമുക്ക് ഇങ്ങോട്ടേക്കാ. അപ്പനെ വിളിക്കുന്ന തള്ളക്ക് വിളിക്കണം കുറച്ചിട്ട് അപ്പനെ നമ്മൾ ഈ സ്റ്റെപ്പിലിരിക്കാം. നമ്മൾ ഡൗൺ ടു എർത്ത് പേഴ്സൺസ് ആണ്. നമുക്ക് ആ ടേബിളിൽ കാറിലാണത്. നിങ്ങൾ അങ്ങോട്ടോ അങ്ങോട്ടോ അവിടെ എടാ നമ്മൾ അപ്പാപ്പനൊക്കെ വിളിച്ചിട്ട് ഊക്ക് എന്തേലൊക്കെ പറഞ്ഞു. അപ്പാപ്പനെ ആട്ടി വിട്ടു. അപ്പാപ്പ നീ വിഷമിച്ചിറങ്ങിപ്പോട്ടെ. അപ്പാപ്പന്റെ ഫ്രെയിമെല്ലാം ഊരി മാറ്റിയാട്ടാ. ഒരെണ്ണം പോലും ഇല്ല. അല്ല നമ്മളിങ്ങനെ ഫ്രെയിമിലുള്ള അപ്പാപ്പന്റെ പടമൊക്കെ നോക്കി അവിടെ നിക്കാം. നമുക്ക് ഒരുമിച്ച് അവിടെ നിക്കാം. അല്ല നമ്മളോട് ഒരു കുഴപ്പമില്ല. നമ്മള് ഫുൾ ഓക്കെയാണ്. അല്ല മാറിക്കുന്നില്ല. നമ്മളിവിടെ നിൽക്കും. അവിടെ നിക്കാം. അപ്പാപ്പനെ നോക്കണെന്ന് കേൾക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് കണ്ടോ? ചെറുക്കനെ തരാൻ വന്ന ടീമിനെ നമ്മളിവിടെ നമ്മളിവിടെ നിക്കാണോ? കുഴപ്പമില്ല. അവരടിക്കട്ടെ മന്ദാരം. അവരടിക്കും. അവിടെ പോയിരിക്കാം. ഒച്ചപ്പണം പണിഞ്ഞിരിക്കും. അവിടെ വാ. ഒരു സീനുമില്ല. ഒന്നാരും ഒരെണ്ണം കിട്ടിയേ. അല്ലല്ലോ ഒരെണ്ണം കിട്ടി. അതിലേക്ക് വിഷയമല്ല. കുഴപ്പമില്ല. മോളെ പോയി ഒരു സൈഡ് പോണി. വേറെ വിഷയമൊന്നുമില്ല. അല്ല ജെറ്റല്ലേ ഇരിക്കണേ. ഹലോ ഇതിന്റെ പേര് പറഞ്ഞ ലെജൻഡ് പണ്ട് നീ ഡൂഡിന്റെ ഹെലികോപ്റ്റർ കട്ടോണ്ടോ എനിക്ക് ഇപ്പഴും ഓർമ്മ കേട്ടാ. ഡ്യൂഡിന്റെ ഹെലി കട്ടോണ്ട് പോയിട്ട് മറ്റേ ഹോസ്പിറ്റലിന്റെ മണ്ട കൊണ്ടുവച്ചൊക്കെ ഓർമ്മ. ഞാനൊക്കെ അത് ഇപ്പൊ കഴപ്പൻ ഇച്ചിരി ഫണ്ണായിരുന്നേ അന്നത്തെ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഞാൻ ഈ അപ്പാപ്പനായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കാറ്. പൊന്നുവരെ നോക്കണം കിട്ടും. എടാ അങ്ങനെ ഫ്രെയിമിൽ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ കണ്ട് പരിചയമുള്ള മനുഷ്യനാണല്ലോ ഇത്.
ഇതെടാ, എനിക്ക് പരിചയം ആരെ കൊണ്ട് കേട്ടോ. P47 അല്ല P47 രണ്ട് P ആ? രണ്ടാ. ഓ പി ആണല്ലേ ആ, P47. ഇവന്മാര് ഈ പീക്കും പീക്കും വഴി ഉണ്ടാവും. റെഡിയാക്കാവല്ലോ. ഒള്ളേ. അപ്പൊ നമ്മളെ ഞാൻ പറഞ്ഞു ഇവിടുന്ന് ആ ഒരു വ്യൂ കണ്ടിട്ടില്ല കേട്ടോ. പേര് നമ്മള് പറഞ്ഞില്ല. അപ്പൊ ഇതിപ്പോ ആദ്യമായിട്ട് ഈ ഒരു വ്യൂ എങ്ങനെ നമ്മുടെ ക്ലബിൽ ഓ അയ്യടിച്ചാ മതി. അതിന്റെ ലീഡർ നമ്മളോട് പറയുന്നത് ആരെങ്കിലും റിക്രൂട്ട്മെന്റ് തറയിരിക്കുക തറയിരിക്കുക. എനിക്ക് എങ്ങനെ ഒന്നും ജാടൊന്നുമില്ലടാ. ഞാൻ ഡൗൺ ടു എർത്താണ്. ഡൗൺ ടു എർത്ത് മദാര മദാര ഉച്ച ഓ മതാര. ഓക്കെ ഓക്കെ ഓക്കെ. P47 സ്ലോട്ട് ആണെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറുവാണേ മദാര. ചന്ദ്ര അത് ഹിറ്റുവിന്റെ പെണ്ണ ഇടി കിട്ടും. ഞാൻ കേറിയില്ല. ശരിയാത് പറഞ്ഞില്ലേ. നമുക്കാണെങ്കിൽ അവിടെ കിടക്കുന്ന വണ്ടി എടുത്ത റൗണ്ട് പോയല്ലോ. ഒരുപാട് സംസാരത്തിലല്ലേ എന്താ പറയുന്നത്. ഞാൻ അതിനായിട്ട് അവിടെ ഇരിക്കണേ. അതിനാണ് ഇരിക്കുന്നത്. ചന്ദ്ര കാരണം നോക്കിയാണ് അവന്മാരെ അത് രണ്ടെണ്ണോ ഏതായി രണ്ടെണ്ണം. P47 Enso to KVA. അപ്പൊ മറ്റേ തുണിയൊക്കെ എടുത്തോണ്ട് വേണം മറ്റേ ജട്ടിയൊക്കെ എന്താ അമ്മായിന്റെ റൂമിൽ ആ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വേണം ജട്ടി ജട്ടി ലൂബ് ഇങ്ങനത്തെ സാധനങ്ങളും നിന്റെ 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 മുട്ട തേക്കാനാണോ നാറി രൂപ. പോട്ടെ എല്ലാരും വിശ്വസിച്ചു പോരെ. ഇവിടെ നമ്മളങ്ങോട്ട് പോവാ. കാരണം സുഖല്ലേ? പറയാലോ കാരണം സുഖല്ലേ? നമ്മള് കുറച്ചേരത്ത് നിന്ന് ഇവിടെ ഇരുന്ന് നമ്മള് ഇങ്ങനെ വെറുതെ ഇവിടെ കാർ കണ്ടപ്പോ ഇങ്ങോട്ട് കയറി പിന്നെ ഇങ്ങോട്ട് അവരെല്ലാം വിളിച്ച് ഇവിടെ അപ്പൊ അവൻ പോയി കേട്ടാ. കത്തിയാ അടിച്ചു പോയിരുന്നോളൂ. നമുക്ക് അടുത്ത കൂടി വിളിക്കാം. ചന്ദ്രൻ വിളിച്ചോ ഗ്രൈൻഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പണിയെടുക്കേണ്ടി വരും. പെട്ടെന്ന് കിട്ടിയ റിക്രൂട്ട്മെന്റ് ആണെന്ന് തന്നെ പറയാം. ഇത് 50 കോടി മുഖേന വന്നതല്ലേ ഇപ്പനെ. കറക്റ്റ് വന്നിട്ട് പോയി. അത് പറഞ്ഞപ്പോ ഓർത്തെ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാണ്ട് എന്തിനാ അതുപോലെ കൊടുത്തു കളിക്കാൻ. മുഖേന വന്ന റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ ഇതും നമ്മൾ പറഞ്ഞ തന്നെ ഒരു ഗൺ ഫോർ ബേസ്ഡ് റിക്രൂട്ട്മെന്റ് ആണ്. പുള്ളിക്കാരൻ നമ്മൾ സംസാരിച്ച് വളരെ വിനയമുള്ളൊരു പയ്യനാണ്. പക്ഷേ വിനയം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഇനി ഗ്യാങ്ങിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാം. അപ്പം ഇയാൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പുതുതായിട്ട് വെൽക്കം ടു KVA. ഒന്നും കൂടെ ക്ലാപ്പ് അടിക്കണല്ലോ. ആ താടിയുള്ളവനാടാ അവന്റെ വിഷയം. അവൻ എന്ത് എണ്ണ തേക്കണേ എടാ മന്ദാര അവന് ചോദിച്ചിട്ടാണ് കേട്ടാ. നേരെ ഇരിക്കാന്റെ വിഷയം എന്തോ കളിയോ. അതെ നല്ല രണ്ടെണ്ണത്തിനെ നോക്കി വെച്ചു. ചന്ദ്രനോ നിങ്ങൾ ആരും കേരളത്തിൽ കേട്ടില്ലല്ലോ. സുമതി അമ്മായി സ്റ്റിൽ യങ്ങാണ് കേട്ടാ. അത് വേണം. സ്റ്റിൽ യങ്ങാണെന്ന് പറഞ്ഞേ. ഈ ജിൽപ്പൊക്കെ ശരിയല്ല കേട്ടോ. ചുമ്മല്ല അപ്പൊ ജില്ലയിലിരിക്കണേ. എന്റെ സീക്രട്ട് വില വിടുന്നത് ചന്ദ്ര. ഇത് പറയുന്നത് നീ ജില്ല നോക്കല്ലേ. നിങ്ങള് റീഡിയിലില്ലേ? ഉണ്ട്. സോറി സോറി സോറി. 3 റിക്രൂട്ട്മെന്റ് ഇങ്ങോട്ട് നടന്നു വരൂ. ഗ്യാങ്ങിൽ പോയിട്ട് അപ്പൊ ഇവിടെ വന്നിരുന്നിട്ട് മുട്ട ആരംഭം.
ഇപ്പൊ ഇറക്കി കേട്ടാ. അങ്ങോട്ട് മാറിക്ക്. അപ്പൊ നമ്മുടെ 3 റിക്രൂട്ട്മെന്റിന് ഇപ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാനുള്ള അവസരമാണ്. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ആചാരങ്ങൾ. നമ്മൾ കുറച്ച് നേരം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം തരും. നിങ്ങൾക്ക് എന്താ നമുക്കെന്നാ പോയാലോ ഒരു റിക്രൂട്ട്മെന്റ് എന്താ ചെയ്യാൻ തോന്നുന്നു. നോക്ക് നമുക്ക് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട്. അവരുടെ ആദ്യം നമുക്ക് അൾട്രോൺ എന്താണ് പറയാനുള്ളത്? അത് കാർലോ ഒരു സെക്കൻഡ്. എനിക്ക് ഇവിടെ അവസരം കിട്ടിയത് സന്തോഷം. ഞാൻ ആഗ്രഹിച്ചിട്ടോടെ കളിക്കണമെന്ന്. പിന്നെ ആ ഒരു അവസരം വന്നപ്പോ ഇത്തിരി പോയിട്ടാ കാർലോ പോയിട്ടാ. അതെ എന്റെ ലോക്കറിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തു തരാം. 101 രൂപയും അങ്ങോട്ട് അങ്ങോട്ട് ഇതാണെന്റെ കണ്ണ്. ഇത് നോക്കിയാ ഞാൻ വന്നത്. അയ്യോ റെഡി ഇറങ്ങിട്ട് അയ്യോ സോറി വലിച്ച് തുറക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. ഇത് കൊണ്ടുപോകാൻ വന്നത്. ലോക്ക് പിക്ക് ഉണ്ടാ?